പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിൽ എസീസ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ബ്യൂണസ് ഐറിസിലെ ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിയെ ജയ് ശ്രീറാം, ഭാരത് മാതാ കി ജയ് വിളികളോടെയാണ് പ്രവാസി ഭാരതീയ സമൂഹം സ്വീകരിച്ചത്. പരമ്പരാഗത നൃത്തം ചെയ്ത് പ്രവാസികൾ സന്തോഷം പങ്കുവച്ചു. ഓട്ടോഗ്രാഫ് നൽകിയും കുഞ്ഞുങ്ങളെ താലോലിച്ചും പ്രധാനമന്ത്രി അവരുടെ സന്തോഷത്തിനൊപ്പം ചേർന്നു. അർജന്റീന പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസാണുള്ളത്. ഐസൻ, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ ആവേശത്തിലാണ് ഭാരതീയ സമൂഹം. എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും രാഖി, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ വലിയ ആവേശത്തോടെയുള്ളൊരു സ്വീകരണം തന്നെയാണ് ഭാരതീയ സമൂഹം പ്രധാനമന്ത്രിക്ക് ബ്യൂണസ് ഐറിസിൽ നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ പ്രധാനമന്ത്രിക്ക് ലഭ്യമാകുന്നു ലോകം മുഴുവൻ എന്നതിന് തെളിവുകളായി തന്നെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയ് ശ്രീറാം വിളികൾ ഉൾപ്പെടെ ആയാണ് അദ്ദേഹത്തെ ആ ഹോട്ടലിൽ തന്നെ വരവേൽക്കുകയും ചെയ്തത്. ഇന്ത്യൻ കലാരൂപങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന വേളയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചെല്ലുന്ന രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ ഇന്ത്യൻ സമൂഹം വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് എല്ലാ യാത്രകളിലും കാണാനും സാധിക്കുന്നുണ്ട്. അവരുമായി സൗഹൃദം പങ്കുവയ്ക്കുകയും അവരുമായി സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുന്ന കുട്ടികൾ, അത്തരത്തിലുള്ള മനോഹരമായ നിരവധി ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകതയായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ലോകത്ത് മറ്റൊരു പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ ഒരു മറ്റു രാജ്യങ്ങളിലെ അവരുടെ പൗരന്മാരാൽ ആദരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ വിഷയം നമുക്കറിയാം, ജവഹർ മിലിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഒരു സ്റ്റേറ്റ് വിസിറ്റാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, G20 സമ്മേളന വേദിയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ക്ഷണത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നിരവധിയായ പ്രത്യേകതകളുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച്. ഈ ഉഭയകക്ഷി ചർച്ചകൾ വൻതോതിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഈ രണ്ട് രാജ്യങ്ങളുമായി. അർജന്റീന ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുമായുള്ള ഈ ബന്ധങ്ങൾ അത് ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഈ യാത്രയിൽ, തുടർച്ചയായുള്ള യാത്രയിലാണ് അദ്ദേഹം ഉള്ളത് എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഈ യാത്രയ്ക്ക് ശേഷം, അതായത് ഈ സന്ദർശനത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ബ്രസീലിലേക്ക് തിരിക്കുക. ബ്രസീലിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ സമ്മേളനം കൂടി നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി അർജന്റീനയിൽ എത്തിയിരിക്കുകയാണ്. അർജന്റീന പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഐസൻ ജോസാണ്.